അഡോൾഫ് ഹിറ്റ്ലർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത ദിവസം 1945 ഏപ്രിൽ 30. 20-ാം നൂറ്റാണ്ടിലെ ഇത്തരം ചില ഐതിഹാസിക സംഭവങ്ങൾക്ക് ഏപ്രിൽ 30 സാക്ഷ്യം വഹിച്ചിരുന്നു. അതിലൊന്ന് വിയറ്റ്നാം യുദ്ധത്തിന്റെ അവസാനമാണ്. ദ എൻഡ് ഓഫ് വിയറ്റ്നാം വാർ. ലോകശക്തികളായ അമേരിക്കയുടെ ഹുങ്കിന് തിരിച്ചടി കിട്ടിയ ഒരു ഏപ്രിൽ 30. 1975 ഏപ്രിൽ 30. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ യുദ്ധം, ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ യുദ്ധം 1955 ആരംഭിച്ച് 1975 വരെ നീണ്ട 20 വർഷം ഒരു രാജ്യം സമ്പൂർണമായി യുദ്ധത്തിലാവുക. അതെ, 20 വർഷം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം അവസാനിച്ചത് 1975 ഏപ്രിൽ 30 വിയറ്റ്നാം യുദ്ധം അവസാനിച്ചിട്ട് ഇന്നേക്ക് 50 വർഷമാകുന്നു. നോക്കാം വിയറ്റ്നാം യുദ്ധത്തിന്റെ വിശേഷങ്ങൾ. വിയറ്റ്നാമിൽ എന്തായിരുന്നു നടന്നത്? എന്തായിരുന്നു യുദ്ധത്തിന് കാരണം? ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? ആരാണ് ജയിച്ചതും തോറ്റതും? എല്ലാ ചോദ്യങ്ങൾക്കും ദുരൂഹതയേറിയ അനേകം ഉത്തരങ്ങളുണ്ട്. പക്ഷേ വിയറ്റ്നാം വാറിനെ യുദ്ധമെന്ന് വിളിക്കണോ അതോ മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കണോ എന്ന് പോലും ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് കോളനിയാണ് വിയറ്റ്നാം. ചുരുക്കം വരുന്ന ഫ്രഞ്ചുകാർ വിയറ്റ്നാമിൽ ഇന്തോ ചൈന സ്ഥാപിച്ച് അടക്കി വാണു. ഫ്രഞ്ചുകാർക്കെതിരെ വിയറ്റ്നാമിൽ കടുത്ത എതിർപ്പുകൾ രൂപപ്പെട്ടു വന്നു. ഒറ്റയും തെറ്റയുമായി സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കൂട്ടായ ഒരു ശ്രമം പക്ഷേ വിയറ്റ്നാം ജനതയിൽ നിന്നുണ്ടായില്ല. ആ സാഹചര്യത്തിലാണ് ഒരു രാജ്യത്തിന്റെ തലവര മാറ്റി എഴുതിയ വിപ്ലവ നായകൻ കോമ്രേഡ് ഹോച്ചിമിൻ സഖാവ് ഉദയം കൊള്ളുന്നത്. ഇന്തോ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച അദ്ദേഹം രാജ്യത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പുതിയ രൂപം നൽകി. 1930കളിൽ വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1945 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത വർഷം, 2-ാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം. ഈ ഒരൊറ്റ വർഷം കൊണ്ട് വിയറ്റ്നാമിന്റെ ചരിത്രവും മറ്റൊരു ദിശയിലേക്ക് തിരിയുകയായിരുന്നു. 2-ാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ വിയറ്റ്നാമിന്റെ മുഖ്യ ശത്രുക്കളായ ജപ്പാനും ഫ്രാൻസും ഇല്ലാതായതോടെ രാജ്യത്തിന്റെ കടിഞ്ഞാൺ ഹോച്ചിമിൻ ഏറ്റെടുത്തു. വിയറ്റ്നാമിൽ തടിച്ചുകൂടിയ 4 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു കോമ്രാഡ് ഹോച്ചിമിൻ. പക്ഷേ ഹോച്ചിമിനെ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറായിരുന്നില്ല. 1945 തന്നെ 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ശേഷം ഒക്ടോബറിൽ ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വിയറ്റ്നാമിന്റെ ദക്ഷിണ ഭാഗം പിടിച്ചടക്കി. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടങ്ങളാണ്. 1946 അമേരിക്ക വിയറ്റ്നാമിൽ ഇടപെടുന്നു. 1946 ഡിസംബറിൽ ഫ്രഞ്ചും വിയറ്റ്നാമും തമ്മിലുള്ള ആദ്യത്തെ ഇൻഡോ ചൈന യുദ്ധം നടന്നു. ഫ്രാൻസിനെ അമേരിക്ക സഹായിച്ചു. ഇതോടെ ഹോച്ചിമിന്റെ നേതൃത്വത്തിലുള്ള സംഘം വടക്കൻ വിയറ്റ്നാമിലേക്ക് പിന്തിരിഞ്ഞു. 1954 നടന്ന ജനീവ കോൺഫറൻസോടെ വിയറ്റ്നാമിനെ വടക്കും തെക്കും 2 രാജ്യങ്ങളാക്കുന്നു. ഹോച്ചിമിൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ആധിപത്യത്തിലുള്ള വടക്കൻ വിയറ്റ്നാം ഒരു ഭാഗത്ത്, സോവിയറ്റ് യൂണിയന്റെ പിന്തുണ വടക്കൻ വിയറ്റ്നാമിനുണ്ട്. മറ്റൊരു ഭാഗത്ത് ഫ്രാൻസ് നിയമിച്ച മാവോദേ രാജാവിന്റെ ഭരണത്തിലുള്ള തെക്കൻ വിയറ്റ്നാം. ഇവർക്ക് അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. USSന്റെയും USSRന്റെയും നേതൃത്വത്തിൽ ലോകം 2 ചേരികളായി ശീതയുദ്ധം നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിയറ്റ്നാമിലെ ജനതയായിരുന്നു. 1956 പൊതു തെരഞ്ഞെടുപ്പ് നടത്തി വിയറ്റ്നാമിനെ ഒന്നിപ്പിക്കാനായിരുന്നു ജനീവ കോൺഫറൻസിന്റെ തീരുമാനം. പക്ഷേ അപ്പോഴേക്കും തെക്കൻ വിയറ്റ്നാമിൽ ഭരണമാറ്റം വന്നു. പ്രസിഡന്റായിരുന്ന ഗോദിൻ ദീം തെരഞ്ഞെടുപ്പ് നടത്താൻ വിസമ്മതിച്ചു. അമേരിക്ക കൂടുതൽ സൈന്യത്തെ വിയറ്റ്നാമിൽ വിന്യസിച്ചുകൊണ്ടിരുന്നു. 1959 ഹോച്ചിമിൻ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് ഹോച്ചിമിനെയും വടക്കൻ വിയറ്റ്നാമിനെയും നശിപ്പിക്കുന്ന മാരക നടപടികളായിരുന്നു അമേരിക്ക നടത്തിയത്. ആകാശത്തിലൂടെ പറന്ന് വിയറ്റ്നാമിൽ വിഷം തളിക്കാൻ പോലും അവർ മുതിർന്നു. 1962 മുതൽ 71 വരെ ഈ ശ്രമങ്ങൾ നിരുപാധികം തുടർന്നു പോന്നു. ഇതിനെ തുടർന്ന് വിയറ്റ്നാമിൽ ജനിതക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങി. കാടുകൾ നശിച്ചു. അങ്ങനെ വിയറ്റ്നാമിനെ തകർക്കാൻ അമേരിക്ക നടത്തിയ ഒട്ടേറെ ശ്രമങ്ങൾ രാജ്യത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. അതിനിടെ തങ്ങൾ പിന്തുണക്കുന്ന തെക്കൻ വിയറ്റ്നാമിലും ചില കളികൾ അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് അമേരിക്കയ്ക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇതും ഇതേ വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിലാണ്. 1964 അമേരിക്ക ഗൾഫ് ഓഫ് ടോങ്കിൻ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്ക വടക്കൻ വിയറ്റ്നാമിൽ ബോംബ് വർഷം നടത്തി. ഇതിന് പ്രതികാരമെന്നോണം വിയറ്റ്നാമിലെ ഗറില്ലകൾ അമേരിക്കൻ നേവി ബേസുകൾ ആക്രമിച്ചു. US സൈനികരെ വധിച്ചു. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളാണ്. 1965 അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന പേരിൽ വിയറ്റ്നാമിൽ നിരന്തരം ബോംബാക്രമണങ്ങൾ നടത്തി.
വിയറ്റ്നാമിൽ നിന്നും അമേരിക്കൻ സൈനികർക്ക് നേരെ തിരിച്ചടികളും ഉണ്ടായി തുടങ്ങി. ആയിരക്കണക്കിന് സൈനികരെയാണ് അമേരിക്കക്ക് അപ്പോഴേക്കും വിയറ്റ്നാമിന്റെ മണ്ണിൽ നഷ്ടപ്പെട്ടിരുന്നത്. ലക്ഷക്കണക്കിന് സൈനികരെ യുദ്ധത്തിനായി അമേരിക്ക വിയറ്റ്നാമിന്റെ മണ്ണിൽ എത്തിച്ചിരുന്നു. പക്ഷേ വിയറ്റ്നാമിന്റെ 2/3 ഭാഗവും അപ്പോഴേക്കും ഗറില്ലകളുടെ നിയന്ത്രണത്തിലായിരുന്നു. അതും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റുകളായ ഗറില്ല പോരാളികൾ. വിയറ്റ്കോങ് ഗറില്ലകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഈ ഗറില്ലകളെ കൊന്നുകൊണ്ടാണ് തങ്ങളുടെ സൈനികർ മരണപ്പെടുന്നത് എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്തുള്ളവരെ കൊന്ന് തങ്ങളുടെ മക്കൾ എന്തിന് മരണപ്പെടണമെന്ന ചോദ്യം അപ്പോഴേക്ക് അമേരിക്കയിൽ ഉയർന്നു തുടങ്ങിയിരുന്നു. അത്യാധുനിക ആയുധങ്ങളോ വിമാനങ്ങളോ ഒന്നുമില്ലാതെയായിരുന്നു ഗറില്ലകളുടെ പോരാട്ടം. എല്ലാം തികഞ്ഞ അമേരിക്കൻ സേനയെ തോൽപ്പിക്കാൻ കാടുകളിൽ ഒളിച്ചിരുന്ന് വിയറ്റ്കോങ് പോരാളികൾ കാണിച്ച ചെറുത്തുനിൽപ്പ്, തങ്ങളുടെ കാടും മലയും തൊട്ടറിഞ്ഞുകൊണ്ട് അവർ നടത്തിയ അനേകം അമേരിക്കൻ സൈനികരെ നശിപ്പിച്ച ഗറില്ല യുദ്ധതന്ത്രങ്ങൾ, അവർ നിർമ്മിച്ച തുരങ്ക ശൃംഖലകൾ, അതൊക്കെയാണ് വിയറ്റ്നാമിന്റെ പോരാട്ട ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരേട്. 1968 വടക്കേ വിയറ്റ്നാമിൽ നിന്നുള്ള പോരാളികൾ തെക്കേ വിയറ്റ്നാമിൽ പ്രത്യക്ഷത്തിൽ തന്നെ പുറത്തു വന്ന് ആക്രമണം നടത്തി. ടെറ്റ് ഒഫൻസീവ് എന്നാണ് ഈ ആക്രമണം അറിയപ്പെട്ടത്. ഇതിൽ പക്ഷേ അമേരിക്കയ്ക്കാണ് വിജയം കൈവരിക്കാനായത്. പക്ഷേ 58,000 വരുന്ന ഗറില്ല പോരാളികളെ ഈ പോരാട്ടത്തിൽ അമേരിക്ക വധിച്ചിരുന്നു. ഇത്രയും എതിരാളികൾ ഇനിയും വിയറ്റ്നാമിലുണ്ടോ എന്ന ചോദ്യം അമേരിക്കയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. അവിടെ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇതിന് വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. ആദ്യമായി അമേരിക്കയിൽ വിയറ്റ്നാം യുദ്ധം തത്സമയം പ്രക്ഷേപണം നടത്തുകയായിരുന്നു. ഇതിനിടയിൽ 1968 റിച്ചാർഡ് നിക്സൺ അമേരിക്കയുടെ പ്രസിഡന്റായി. വിയറ്റ്നാമിലെ അമേരിക്കൻ സൈന്യത്തിന്റെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്ന വിയറ്റ്നാമൈസേഷൻ എന്നൊരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അത്രയും കാലം വിയറ്റ്നാം ജനതയെ പോരാട്ടം പഠിപ്പിച്ച കോമ്രാഡ് ഹോച്ചിമിൻ 1969 അസുഖം ബാധിച്ച് മരണപ്പെടുന്നുണ്ട്. തങ്ങളുടെ ധീര നേതാവില്ലാതെയും പക്ഷേ പോരാട്ടം തുടരാൻ അപ്പോഴേക്കും വിയറ്റ്നാം ജനത പഠിച്ചു കഴിഞ്ഞിരുന്നു. 1974 അമേരിക്കയിൽ വീണ്ടും ഭരണമാറ്റമുണ്ടായി. 1975 ഏപ്രിൽ 30 തെക്കൻ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിരുന്ന സായിഗോൺ നഗരം വടക്കൻ വിയറ്റ്നാമിലെ പോരാളികൾ കീഴടക്കി. അതോടെ പതിറ്റാണ്ടുകളുടെ വിയറ്റ്നാം പോരാട്ടത്തിന് അന്ത്യമാവുകയായിരുന്നു. ജയിച്ചത് വടക്കൻ വിയറ്റ്നാമാണ്, പരാജയപ്പെട്ടത് തെക്കൻ വിയറ്റ്നാമാണ്. അവരെ പിന്തുണച്ച അമേരിക്കൻ സേനയാണ്. അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് പൂർണ്ണമായും പിൻവലിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും വിയറ്റ്നാം യുദ്ധം എന്ന പേരിൽ അതുവരെ നടന്ന അമേരിക്കൻ സേന വിയറ്റ്നാമിൽ നടത്തിയ നരനായാട്ടിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകൾക്ക് മേൽ അവിടെ ബാക്കിയാവുകയായിരുന്നു. അതിൻ്റെ ആഴം ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. നാപ്പാം ഗേൾ എന്നാണ് ഈ ചിത്രത്തിന്റെ പേര്. അന്ന് അസോസിയേറ്റ് പ്രസിന്റെ ഫോട്ടോഗ്രാഫറായിരുന്ന നിക്കുട്ട് എടുത്ത ഈ ചിത്രം അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് നേടിക്കൊടുത്തിരുന്നു. വിയറ്റ്നാമിൽ പോരാട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് അമേരിക്ക ഒരു നാപ്പാം ബോംബ് ഇടുന്നു. ലക്ഷ്യം തെറ്റിയ ഈ ബോംബ് ഒരു ഗ്രാമത്തിലാണ് ചെന്ന് വിടുന്നത്. ആ ഗ്രാമത്തിൽ നിന്നും പൊള്ളലേറ്റ അനേകം പേർ ഓടിപ്പോകുന്നു. അതിൽ 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുണ്ട്. ഉടുപ്പിടാതെ ഓടി വരുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം ഇന്നും വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരതയുടെ പ്രതീകമായി നമുക്ക് മുമ്പിലുണ്ട്. കോടിക്കണക്കിന് സാധാരണ മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെടുത്തിയ മാരകമായ വിപത്തുകൾ ലോകത്തിന് സമ്മാനിച്ച ചരിത്രമെക്കാലത്തും വേദനയോടെ നിലവിളിക്കുന്ന ഭീകരത, അതാണ് വിയറ്റ്നാം യുദ്ധത്തിന്റെ ഓർമ്മകൾ നമുക്ക് മുന്നിൽ ബാക്കി വെക്കുന്നത്. വിയറ്റ്നാം എന്ന ഒറ്റ കമ്മ്യൂണിസ്റ്റ് രാജ്യം പിറന്നു. ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് ഈ 80ാം വാർഷികം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ ഹുങ്കിനേറ്റ തിരിച്ചടിയെ എക്കാലത്തും ഓർത്തു വെക്കാൻ വിയറ്റ്നാം യുദ്ധം എന്ന പേരുകൾ അവിടെ തന്നെ ബാക്കിയുണ്ടാകും.